ഒരുപാട് ആൾക്കാർ പ്രവാസി പെൻഷനിൽ വളരെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് അടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പല ആൾക്കാരും കോമൺ ആയിട്ട് പല മിസ്റ്റേക്കുകളും വരുത്തുന്നുണ്ട്. ഈ മിസ്റ്റേക്കുകളെല്ലാം വരുത്തിയതിൻ്റെ പേരിൽ പല ആൾക്കാരുടെയും പെൻഷൻ എമൗണ്ട് കുറയുന്നുണ്ട്. അതുപോലെ പെൻഷൻ അപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പെൻഷൻ കിട്ടിത്തുടങ്ങാൻ സമയമെടുക്കുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആളുകളുടെ പെൻഷൻ റിജക്റ്റ് ആവുന്ന പോലുമുണ്ട്. റിജക്റ്റ് ആവുന്ന പറഞ്ഞാൽ പെൻഷൻ കിട്ടാതിരിക്കാൻ വരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ള അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരുപാട് വർഷങ്ങൾ പേയ്മെൻറ്റൊക്കെ അടച്ചിട്ട് പെൻഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നിട്ട് പെൻഷൻ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഒരാൾക്കും വരാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രവാസി പെൻഷന്, ആരൊക്കെയാണ് ഇനി എലിജിബിൾ ആയിട്ടുള്ളത്, എത്ര രൂപ ഇതിൽ പേയ്മെൻറ്റ് മാസം അടക്കണം, അതുപോലെ എത്ര രൂപ വരെ ഇതിൽ നിന്ന് പെൻഷൻ കിട്ടും, ഇനി പെൻഷൻ അല്ലാതെ വേറെ എന്തൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഈ ഒരു സ്കീം വഴി കിട്ടും, അതുപോലെ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായും പല ആളുകളും വരുത്തുന്ന കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ചേഞ്ച് ചെയ്യാതിരിക്കുക. അതായത് പല ആളുകളും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി അദ്ദേഹം 30ാമത്തെ വയസ്സ് മുതൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇദ്ദേഹം 30ാമത്തെ വയസ്സിൽ തന്നെ പ്രവാസി പെൻഷനിൽ ജോയിൻ ചെയ്ത് മാസം കൃത്യമായിട്ട് പേയ്മെൻറ്റ് അടക്കണം. അങ്ങനെ ഇയാൾ 55ാമത്തെ വയസ്സിൽ ഗൾഫ് മതിയാക്കി നാട്ടിലേക്ക് വരികയാണ്. അതായത് പെർമനൻ്റ് ആയിട്ട് ഗൾഫ് നിർത്തി നാട്ടിൽ സെറ്റിൽ ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കാറ്റഗറി അപ്ഡേറ്റ് ചെയ്യണം. ആദ്യത്തെ കേസിൽ ഇയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇയാളെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 1A കാറ്റഗറിയാണ് വരുന്നത്. തിരിച്ചാൾ നാട്ടിൽ സെറ്റിൽ ചെയ്യുന്ന പെർമനൻ്റ് ആയിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ കാറ്റഗറി 1A കാറ്റഗറിയിൽ നിന്ന് 1B കാറ്റഗറിയിലേക്ക് മാറും. പക്ഷെ പല ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാറ്റഗറി അറിഞ്ഞോ അറിയാതെയോ ചേഞ്ച് ചെയ്യുന്നില്ല. ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ പല ആളുകളെയും എന്താണെന്ന് വെച്ചാൽ മാസം 350 രൂപയാണ് നമ്മൾ ആദ്യത്തെ കേസിൽ പേയ്മെൻറ്റ് അടക്കേണ്ടത്. ഇനി രണ്ടാമത്തെ നമ്മൾ കാറ്റഗറി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസം 200 രൂപ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ കാറ്റഗറി ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വെറുതെ മാസം 150 രൂപ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് അടക്കുന്നു. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് മനഃപൂർവ്വം ചേഞ്ച് ചെയ്യാതിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ ചിന്തിക്കുക, ആദ്യത്തെ കാറ്റഗറിയിൽ പെൻഷൻ തുക കുറച്ച് കൂടുതലുണ്ട്, രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബേസ് പെൻഷൻ കുറച്ച് എമൗണ്ട് കുറയും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ചില ആളുകൾ മനഃപൂർവ്വം അവരെ കാറ്റഗറി ചേഞ്ച് ചെയ്യില്ല. നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെ 60ാമത്തെ വയസ്സിൽ നമ്മളെ പെൻഷൻ അപ്രൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങുന്ന സമയത്ത് നമ്മളെ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് നമ്മളെ എല്ലാ ഡോക്യുമെൻറ്റും വളരെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് വെച്ചാൽ നിങ്ങൾ 55ാമത്തെ വയസ്സിൽ ഗൾഫ് നിർത്തി നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ ഈ 5 വർഷങ്ങൾ കാറ്റഗറി 2ാമത്തെ കാറ്റഗറിയിലാണ് വരേണ്ടതെന്നും നിങ്ങൾ മനഃപൂർവ്വം ഈ കാറ്റഗറി ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതും അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മൾ ആ ഒരു ബോർഡിനെ പറ്റിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു കാരണത്താൽ നമ്മളെ പെൻഷൻ അപ്രൂവ് ചെയ്യാൻ അവർക്ക് മനഃപൂർവ്വം ഡിലേ ആക്കാം. വേണമെങ്കിൽ നമ്മളെ പെൻഷൻ റിജക്റ്റ് ചെയ്യാൻ വരെ അവർക്ക് വകുപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ തിരിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാറ്റഗറി നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്യണം. ഇതിൽ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം ലേറ്റ് ആവുന്നത്. ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ ഞാൻ 20കളിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ 30ലുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിപ്പോൾ ഇത്ര നേരത്തെ യങ്ങായ സമയത്ത് ഞാനെന്തിനായി ഈ ഒരു പെൻഷന് അല്ലെങ്കിൽ എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്തിനെ പറ്റിയൊക്കെ ഇപ്പോഴേ ആലോചിക്കുന്നത്, ആ ഒരു മൈൻഡിലെടുക്കും. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാലും ഒരിക്കലും 50 വയസ്സാവും അല്ലെങ്കിൽ 60 വയസ്സാവും. ആ ഒരു സമയത്ത് നമുക്ക് അധ്വാനിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വരുമാനമൊന്നും ഇല്ലാത്തൊരു സമയത്ത് 7000 രൂപ വരെയൊക്കെ പെൻഷൻ കിട്ടുകയെന്ന് പറയാൻ ചെറിയ കാര്യമില്ല. പക്ഷേ നമ്മൾ ഓരോ വർഷവും ലേറ്റ് ആക്കും തോറും നമ്മളെ മാക്സിമം പെൻഷനായ 7000ത്തിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. ഓരോ വർഷം ലേറ്റ് ആകും തോറും നമ്മൾ ആ പെൻഷൻ എമൗണ്ടാണ് കുറയുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് മൂമെൻറ്റിൽ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മിനിമം പെൻഷനായിട്ടുള്ള 3500 3000 രൂപയാണ് നമുക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ പ്രായം അല്ലെങ്കിൽ നിങ്ങളെ ഏജ് ഏത് ആണെങ്കിലും നിങ്ങൾ മാക്സിമം നേരത്തെ ഇതിൽ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇതിൻ്റെ പേയ്മെൻറ്റ് മിസ് ചെയ്യുന്നതാണ്. അതായത് ഈ പ്രവാസി വെൽഫെയർ ബോർഡ് നമുക്ക് മാക്സിമം ഇതിന് ഇളവ് തന്നിട്ടുണ്ട്. അതായത് 12 മാസം വരെ നമ്മൾ ഇതിൽ പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മെമ്പർഷിപ്പ് കട്ടാവില്ല. അപ്പോൾ 12 മാസം ഇളവുണ്ട് എന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ട് പല ആളുകളും എന്ത് ചെയ്യും, ഇതിൻ്റെ പേയ്മെൻറ്റ് മിസ് ചെയ്യും. പണ്ട് നമ്മൾ സ്കൂളൊക്കെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് വരിക. കാരണം അവർ നമ്മളെ തൊട്ടടുത്തല്ലേ നമുക്കിപ്പോൾ പോകാമെന്ന് വെച്ചിട്ട് അവരാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് വരിക.
അതുപോലെ ഇതിൽ 12 മാസം വരെ നമുക്ക് ഇളവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആലോചിച്ചിട്ട് പല ആളുകളും ഇതിൽ പേയ്മെൻറ്റ് മിസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആരും ഇതിൽ പേയ്മെൻറ്റ് മിസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്കിതിൽ പേയ്മെൻറ്റ് അടക്കാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അക്ഷയയിലോ മറ്റുള്ള സെൻറ്ററിലൊക്കെ പോയിട്ട് 6 മാസത്തെ പേയ്മെൻറ്റ് ഒരുമിച്ച് അടക്കാനൊക്കെ ഫെസിലിറ്റി ഉണ്ട്. ഇതിൽ പേയ്മെൻറ്റ് ഇത് 12 മാസത്തിൽ കൂടുതൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മെമ്പർഷിപ്പ് കട്ടാവും. അപ്പം വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ എല്ലാ ഡോക്യുമെൻറ്റും കൊടുത്ത് വീണ്ടും ആദ്യം പോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കുടിശ്ശിക, അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈന് അങ്ങനെയൊക്കെ അടക്കേണ്ടി വരും. അത് മാത്രമല്ല നിങ്ങളിത് പേയ്മെൻറ്റ് അടക്കാതെ നിങ്ങൾ മെമ്പർഷിപ്പ് കട്ടാകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരും. പല ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട്. വിവാഹം, പ്രസവം അങ്ങനെയുള്ള ഇതിനൊക്കെ സാമ്പത്തിക ആനുകൂല്യം കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത്. മാസം ഒരു 350 രൂപ അല്ലെങ്കിൽ 200 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഒരു നേരം പോയിട്ട് നമ്മൾ ചായ കുടിക്കുന്ന പൈസയാണ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എന്ത് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് മുടക്കാൻ പാടില്ല. നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇതൊരു പെൻഷൻ പദ്ധതി മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് ഇതിലുള്ള മറ്റുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും പല ആളുകളും ഉപയോഗപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും കിട്ടുന്ന ഈ സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. എത്ര രൂപയാണ് കിട്ടുക, എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി എന്നൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആർക്കെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ. ഇപ്പോൾ പല ആളുകളും എന്താ വെച്ചാൽ ഈ ആനുകൂല്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ വെറും പെൻഷൻ പദ്ധതി മാത്രമായിട്ട് ഇതിനെ കാണും. എന്തായാലും നമ്മളിതിൽ മാസം പേയ്മെൻറ്റ് അടക്കുന്നുണ്ട്, നമ്മളിതിന് എലിജിബിളാണ്, നമ്മളിതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതിനും 10,000 4,000 ഒക്കെ ആയിട്ട് എമൗണ്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് പല ആളുകളും ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ അതാണ് പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ഇതിൽ 5ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസി പെൻഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുക. അതായത് ചില ആളുകൾ ചിന്തിക്കുകയെന്ന് വെച്ചാൽ പ്രവാസി പെൻഷൻ ഉണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും വേണ്ട, എൻ്റെ റിട്ടയർമെൻറ്റ് എനിക്ക് അതുകൊണ്ട് ജീവിക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ. തീർച്ചയായും പ്രവാസി പെൻഷന് അല്ലെങ്കിൽ ഒരു 7,000 രൂപ ഒരു മാസം സ്ഥിരമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അത് നമുക്ക് പല രീതിയിലും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടും. എന്നിരുന്നാൽ പോലും ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ 1, 2 അല്ലെങ്കിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന, സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും വരുമാന സ്രോതസ്സുകൾ നമ്മളെ റിട്ടയർമെൻറ്റായിട്ട് ഉണ്ടാക്കണം. കാരണം ഈ വെറും ഒരു പ്രവാസി പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി 6ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നോമിനീനെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അതായത് പ്രവാസി പെൻഷനിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോമിനിക്ക് മരണാനന്തര ധനസഹായം കിട്ടും. അതുപോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ തുകയുടെ 50% അല്ലെങ്കിൽ പകുതി എമൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ പല ആളുകളും ചിലപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാകുക, ഈ നോമിനിയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകുക. പിന്നീട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് ചിലപ്പം മക്കളും ഭാര്യയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ, ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി 20ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് അയാളെ മാതാപിതാക്കളേക്ക് നോമിനേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് അദ്ദേഹം ഒരുപാട് വർഷം പേയ്മെൻറ്റ് അടച്ച് അയാൾക്ക് 60 വയസ്സായി. അങ്ങനെ അദ്ദേഹം ഒരു 5-10 വർഷം പെൻഷൻ വാങ്ങിയിട്ട് അയാൾ മരണപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അയാളെ മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടാവില്ല, അയാളെ മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ ഭർത്താവ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് കിട്ടേണ്ട ഒരു തുക കിട്ടാതായിപ്പോൾ ഈ നോമിനീനെ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ധനസഹായം എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കിട്ടും, അതുകൂടാതെ ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ്റെ തുകയുടെ പകുതിയും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നോമിനീനെ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇനി കാലക്രമേണ ആവശ്യമെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി 7ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മളെ ഇൻഫർമേഷന് വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അതായത് പ്രവാസി പെൻഷൻ എന്ന് പറയുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം 10, 20, 30 വർഷം നമ്മൾ തുടർച്ചയായിട്ട് പേയ്മെൻറ്റ് അടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മളെ ഫോൺ നമ്പർ ചേഞ്ച് ആവും, നമ്മളെ ഇമെയിൽ ID ചേഞ്ച് ആവും, ഇനി നമ്മളെ അഡ്രസ്സ് തന്നെ, അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് താമസം മാറിയിട്ടുണ്ടാവും, അഡ്രസ്സ് ചേഞ്ച് ആവും, നമ്മുടെ ഡോക്യുമെൻ്റ് പലതും എക്സ്പയർ ആയിട്ടുണ്ടാവും, അത് എക്സ്പയർ ആയത് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ കോംപ്ലിക്കേഷൻ നമുക്ക് പെൻഷൻ അപ്രൂവ് ചെയ്യുന്ന സമയത്തായിരിക്കും വരിക. ഏതെങ്കിലും തരത്തിൽ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും 7 മിസ്റ്റേക്കിൽ നിങ്ങൾ ആരും വരുത്താൻ പാടില്ല. ഈ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രവാസി പെൻഷനിൽ പേയ്മെൻറ്റ് അടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ
ഇതിൽ പേയ്മെൻറ്റ് അടക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്രവാസി പെൻഷനെ കുറിച്ചുള്ള A to Z ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും വിഷയമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.